യോശുവയുടെ പുസ്തകം അദ്ധ്യായം 13. യോശുവ വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളിച്ചെയ്തു, നീ വൃദ്ധനായിരിക്കുന്നു, ഇനി വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. ഇനിയും കൈവശമാക്കുവാനുള്ള ദേശങ്ങൾ ഈജിപ്റ്റിന്റെ കിഴക്കുള്ള സീഹോർ മുതൽ വടക്കോട്ട് കനാന്യർക്കുള്ളതെന്ന് എണ്ണിവരുന്ന എക്രോന്റെ അതിർവരെയുള്ള ഫെലിസ്ത്യദേശവും ഗെശൂര്യരുടെ ദേശവും ഫെലിസ്ത്യപ്രഭുക്കന്മാർ ഭരിച്ചിരുന്ന ഗസ, അസ്തോദ്, അസ്കലോൻ, ഗത്ത്, എക്രോൻ എന്നീ 5 ദേശങ്ങളും തെക്ക് അവ്യരുടെ ദേശവും അമോര്യരുടെ അതിരിലുള്ള അഫേക്ക് ദേശവും കനാന്യരുടെ ദേശവും സീദോന്യരുടെ മെയാരയും ഗെബാല്യരുടെ ദേശവും കിഴക്ക് ഹെർമ്മോൻ പർവ്വതത്തിന്റെ അടിവാരത്തിലെ ബാൽഗാദ് മുതൽ ഹമാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുള്ള ലെബാനോൻ പ്രദേശവും ലെബാനോൻ മുതൽ മിസ്രെഫോത്ത്മയീം വരെയുള്ള പർവ്വത പ്രദേശങ്ങളും സീദോന്യരുടെ ദേശവും തന്നെ. ഇവരെ ഞാൻ യിസ്രായേൽ മക്കളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ നിന്നോട് കല്പിച്ചതുപോലെ നീ യിസ്രായേലിന് അത് അവകാശമായി വിഭാഗിച്ചാൽ മതി. ആകയാൽ ഈ ദേശം 9 ഗോത്രങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശമായി വിഭാഗിക്ക. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും മോശെ അവർക്ക് യോർദ്ദാനക്കരെ കിഴക്ക് കൊടുത്തിട്ടുള്ള അവകാശം പ്രാപിച്ചിരിക്കുന്നുവല്ലോ. അർന്നോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേരും താഴ്വരയുടെ നടുവിലുള്ള പട്ടണം മുതൽ ദീബോൻ വരെയുള്ള മെദേബ സമഭൂമിയും അമ്മോന്യരുടെ അതിർവരെ ഹെശ്ബോനിൽ നിന്ന് ഭരിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ എല്ലാ പട്ടണങ്ങളും ഗിലെയാദും ഗെശൂര്യരുടെയും മയഖാത്യരുടെയും ദേശവും ഹെർമ്മോൻ പർവ്വതപ്രദേശവും സൽക്കാ വരെയുള്ള ബാശാൻ ദേശവും അസ്തരോത്തിലും എദ്രയിലും വാണവനും മല്ലന്മാരിൽ ശേഷിച്ചവനുമായ ബാശാനിലെ ഓഗിന്റെ രാജ്യവും ഈ പ്രദേശങ്ങളിലുള്ള ജനത്തെ മോശെ തോല്പിച്ച് നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ യിസ്രായേൽ മക്കൾ ഗെശൂര്യരെയും മയഖാത്യരെയും നീക്കിക്കളഞ്ഞില്ല. അവർ ഇന്നുവരെയും യിസ്രായേല്യരുടെ ഇടയിൽ പാർത്തുവരുന്നു. ലേവി ഗോത്രത്തിന് അവൻ ഒരു അവകാശവും കൊടുത്തില്ല. യിസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ദഹനയാഗങ്ങൾ താൻ മോശെയോട് കല്പിച്ചതുപോലെ അവരുടെ അവകാശം ആകുന്നു. എന്നാൽ മോശെ രൂബേൻ ഗോത്രത്തിന് കുടുംബം കുടുംബമായി അവകാശം കൊടുത്തു. അവരുടെ ദേശം അർന്നോൻ താഴ്വരയുടെ അറ്റത്തെ അരോവേരും താഴ്വരയുടെ നടുവിലെ പട്ടണം മുതൽ മെദേബായോട് ചേർന്ന സമഭൂമി മുഴുവനും ഹെശ്ബോനും സമഭൂമിയിലുള്ള അതിന്റെ എല്ലാ പട്ടണങ്ങളും ദീബോനും ബാമോത്ത് ബാലും ബേത്ത്ബാൽ മേയോനും യഹ്സായും കെദേമോത്തും മേഫാത്തും കിര്യത്തായീമും സിപ്മയും സമഭൂമിയിലെ മലയിലുള്ള സേരെത്ത് ശഹരും ബേത്ത്പെയോരും പിസ്ഗ ചരിവുകളും ബേത്ത് യെശീമോത്തും സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഹെശ്ബോനിൽ വാണിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ രാജ്യവും തന്നെ. അവനെയും ദേശത്ത് പാർത്തിരുന്ന ഏവി, രക്കം, സൂർ, ഹൂർ, രേബ എന്നീ മിദ്യാന്യ പ്രഭുക്കന്മാരെയും മോശെ സംഹരിച്ചു. യിസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനായ ബിലെയാം എന്ന പ്രശ്നക്കാരനെയും വാൾകൊണ്ട് കൊന്നു. രൂബേന്യരുടെ അതിർ യോർദ്ദാൻ നദി ആയിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ രൂബേന്യർക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശമാകുന്നു. പിന്നെ മോശെ ഗാദ് ഗോത്രത്തിനും കുടുംബം കുടുംബമായി അവകാശം കൊടുത്തു. അവരുടെ ദേശം യസേരും ഗിലെയാദിലെ എല്ലാ പട്ടണങ്ങളും രബ്ബയുടെ കിഴക്കുള്ള അരോവേർ വരെ അമ്മോന്യരുടെ ദേശത്തിന്റെ പകുതിയും ആകുന്നു. ഹെശ്ബോൻ മുതൽ രാമത്ത് മിസ്പയും ബെത്തോനീമും വരെയും മഹനയീം മുതൽ ദെബേരിന്റെ അതിർവരെയും. താഴ്വരയിൽ ഹെശ്ബോൻ രാജാവായ സീഹോന്റെ രാജ്യത്തിൽ ശേഷിപ്പുള്ള ബേത്ത് ഹാരാം, ബേത്ത് നിമ്രാം, സൂക്കോത്ത്, സാഫോൻ എന്നിവയും യോർദ്ദാന് കിഴക്ക് കിന്നേരെത്ത് തടാകത്തിന്റെ അറുതിവരെയും അവരുടെ അതിരായിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ കുടുംബം കുടുംബമായി ഗാദ്യർക്ക് അവകാശമായി ലഭിച്ചു.
മോശെ മനശ്ശെയുടെ പാതിഗോത്രത്തിന് കുടുംബം കുടുംബമായി അവകാശമായി കൊടുത്ത ദേശങ്ങൾ മഹനയീം മുതൽ ബാശാൻ വരെയും ബാശാൻ രാജാവായ ഓഗിന്റെ രാജ്യവും ബാശാനിൽ യായീരിന്റെ ഊരുകൾ എല്ലാം കൂടെ 60 പട്ടണങ്ങളും ഗിലെയാദിന്റെ പകുതിയും ബാശാനിലെ ഓഗിന്റെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്തരോത്ത് എദ്രെയി എന്നിവയും തന്നെ. ഇവ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മക്കളിൽ പാതിപേർക്ക് കുടുംബം കുടുംബമായി കിട്ടി. മോവാബ് സമതലത്തിൽ വെച്ച് യോർദ്ദാനക്കരെ യെരിഹോവിന് കിഴക്കുവശത്തുള്ള ദേശം മോശെ ഭാഗിച്ചു കൊടുത്തത് ഇപ്രകാരം ആകുന്നു. ലേവി ഗോത്രത്തിന് മോശെ ഒരു അവകാശവും കൊടുത്തില്ല. യിസ്രായേലിന്റെ ദൈവമായ യഹോവ അവരോട് കല്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശം ആകുന്നു.